Let me help you revive. Let me guide you to revive the light. Let me guide you to revive. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Conscience under pressure. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ മറയൂരിൽ നിന്ന് നേരെ നമ്മളിനി മൂന്നാറിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് കുറച്ച് ദൂരം ഇവിടെ നിന്ന് യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 7:30 തന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ടതുണ്ട്. ബസ്സൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. നമുക്ക് ആ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കാം. അപ്പോൾ ചായക്കടയിൽ പോകുമ്പം തന്നെ ഇവിടെ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ നമുക്ക് ആ ചായ കുടിക്കുന്നതിൻ്റെ ഒരു ഫീല് എല്ലാവർക്കും ഇതിൻ്റെ അടുത്ത് തന്നെ, ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്തരം ഒരു ചായക്കട ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് നമ്മൾ ചായ കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ ഒരു ചായ, വട, രാവിലെ തന്നെ ചായയും ഒരു വടയും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മറയൂർ ഹോട്ടലിന് മുന്നിൽ വെച്ച ഈ ബസ്സിൻ്റെ മുമ്പ് നിന്ന്, ഈ കൊന്നപ്പൂവിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ്. ക്ഷീണല്ലേ ഉറങ്ങിയ നീച്ച നേരത്തെ. ഇനി ബസ്സിൻ്റെ നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കൂടി കഴിച്ച അതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ വിഭവങ്ങളുണ്ട്. പൊറോട്ടയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ദോശയുണ്ട്, പൂരിയുണ്ട്, നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതുപോലെ തന്നെ ഒരു മുട്ടയുണ്ട്, അതിൻ്റെതായ നിരവധിയായ കറികൾ ഇവിടെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ, നല്ല ആവശ്യത്തിന്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇഡ്ഡലി ഉണ്ട്, പൂരിയുണ്ട്, അതുപോലെ തന്നെ നൂൽപൂട്ടുണ്ട്, അതേപോലെയുള്ള എല്ലാ വിഭവങ്ങളും ഇവർ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ചട്നി വേണം, ചട്നി. നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഇടയിൽ ഇതേപോലെയുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ബസ് നിർത്തിയിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബാത്റൂമിൽ പോകേണ്ടവർക്കൊക്കെ ബാത്റൂമിൽ പോകാനും വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കാനും, ഇതേപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ പോകുന്ന വഴിയിൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. ഈ മൂന്നാറിലേക്ക് പോകുന്ന വഴി നിങ്ങൾ കണ്ടാൽ അറിയാം, അത്യാവശ്യം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിരവധിയായ ബ്ലോക്കുകളാണ് അങ്ങോളം നിങ്ങൾ കാണുന്നുണ്ടാവും.
വണ്ടികൾ മുഴുവൻ ബ്ലോക്കാണ്. നമ്മൾ പോകുന്ന ദിവസം നല്ല രീതിയിൽ ആളുകൾ ഉണ്ടാവുന്ന ഒരു ദിവസം തന്നെയാണ് നമ്മൾ ഈ യാത്ര തിരിച്ചത്. സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്, വെക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിരവധി ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ബ്ലോക്കാണ്. ഈ ഒരു നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങളിതാ ഇവിടുത്തെ ഇങ്ങനെ ഫോട്ടോ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളിതാ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാർ യാത്രയിൽ പെട്ടെന്ന് നല്ല രീതിയിൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് നമുക്ക് അവിടെ ലഭ്യമായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കോട മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന രീതിയിൽ നല്ലൊരു ചാറ്റൽ മഴ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കനത്ത ചൂടിൽ നിന്നാണ് ഇത്തരം നല്ലൊരു പെട്ടെന്നൊരു മഴ പെയ്ത് തണുപ്പിച്ചത്. അപ്പോൾ ആ തണുപ്പ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. चारू எங்க போகுது நீ? நீ எங்க போகுது? நாட்டு போகுதா? அதுல வா, இதுல வா, இதுல வா. അപ്പുറത്തോടാ എപ്പോഴാ
തന്നെ നടക്കില്ല. നമ്മളെ വണ്ടി വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുക സാന്ദ്രം. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധിയായ കടകളാണ് ഇവിടെ ഉള്ളത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് കടകൾ ഉണ്ട്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, അതേപോലെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കിട്ടും. No
നമ്മുടെ ഇന്നത്തെ മൂന്നാർ ട്രിപ്പിൻ്റെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിമാലി എന്നൊരു സ്ഥലത്താണ്. അവിടെയുള്ള ഒരു ഹോട്ടലിലാണ് നമുക്ക് ഇന്നത്തെ ഡിന്നർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അൽഫാം, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, അതുപോലെയുള്ള വിഭവങ്ങളാണ്. നമുക്ക് നെയ്ച്ചോറ് അടക്കമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളാണ് ഇവർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ നേരത്തെ കഴിച്ച പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. പുട്ടായാലും പൂരി ആയാലും അതുപോലെ തന്നെ ദോശ, അതുപോലെയുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും ഉണ്ട്. നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് എറണാകുളത്തെ ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നമ്മുടെ കൊച്ചി രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അവിടുത്തെ എല്ലാ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മുടെ എറണാകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് ഇതേപോലെയുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെ അവരുപയോഗിച്ച പലതരം കാര്യങ്ങൾ, അവരുപയോഗിച്ച വാഹനങ്ങൾ, അവരുപയോഗിച്ച വാളുകൾ, അവരുപയോഗിച്ച എല്ലാ തരം വസ്തുക്കളും നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഉച്ചയ്ക്ക് നല്ല ഇലയിൽ പൊതിഞ്ഞ ബിരിയാണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പീസൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി നമുക്ക് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ നമ്മുടെ നാടൻ സ്റ്റൈലിൽ, നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ബിരിയാണി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശരി, ഫുഡ് കഴിച്ചോ? ഇവിടുത്തെ കാലുമുണ്ട്. കൈയുടെ കണ്ണടിട്ടോ, ആർദ്രം കണ്ണടിട്ടോ. ഇറങ്ങി ഇത് കാണുന്നുണ്ട് ഈ സാധനം. അങ്ങനെ നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മറൈൻ ഡ്രൈവിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വാട്ടർ മെട്രോയിൽ നിങ്ങൾ കയറിയിരിക്കണം. കാരണം അത്രയും ഗംഭീരമായ ഒരു സർവീസ് തന്നെയാണ് വാട്ടർ മെട്രോ. ആ വാട്ടർ മെട്രോയിൽ കയറിയവർക്കറിയാം അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്ന രീതി. അപ്പോൾ നല്ല AC യാത്രയാണ് നിങ്ങൾക്ക് ആ ബോട്ടിൽ, ആ ഒരു വാട്ടർ മെട്രോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരും തന്നെ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് ജങ്കാറിൽ
അതേപോലെ ജങ്കാറിൽ വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് വാട്ടർ മെട്രോയിൽ നിന്ന് പോകുന്നത് പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് ജങ്കാറിൽ വൈപ്പിനിലേക്ക് വന്ന് അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഈ ഒരു വാട്ടർ മെട്രോയിലേക്ക് കയറുന്നത്. വാട്ടർ മെട്രോയിലേക്ക് സ്വാഗതം എന്ന ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ നേരെ പോകുന്നത് വാട്ടർ മെട്രോൻ്റെ ഉള്ളിലേക്കാണ്. ഇതായി കാണുന്നതാണ് വാട്ടർ മെട്രോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ AC ആണ്. അപ്പം നമ്മൾ AC ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. നമ്മുടെ നല്ല ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നല്ല AC ബോട്ടിൽ നമുക്ക് ഒന്നും അറിയില്ല, ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് ഈ വാട്ടർ മെട്രോയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ഇനി കാണാം. കുട്ടികളെ സ്ട്രൈറ്റ് ചെയ്തിട്ടൊരു ഇതാണിത്. ഈ സ്ഥലം നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായി? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ബിഗ് ബിയിലെ മമ്മൂട്ടി താമസിച്ച വീടാണ് ഇത്. അപ്പോൾ ഇവിടെ ഇപ്പം ഹോം സ്റ്റേ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ജങ്കാറിൽ പുറപ്പെടാൻ പോവുകയാണ്. നമ്മൾ ജങ്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ വാഹനങ്ങളൊക്കെ കയറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകുന്ന സംവിധാനത്തിനാണ് ജങ്കാർ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ടുണ്ട്. അപ്പോൾ ഓരോന്നിന് ഓരോ വാഹനത്തിന് ഓരോ റേറ്റാണ്, അല്ലാത്തവർക്ക് നമുക്ക് ഓരോ റേറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. അപ്പം ജങ്കാറിൽ വാഹനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് കയറ്റുന്നുണ്ട്. അതിങ്ങനെ ആളുകൾ സൈഡിലൊക്കെ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ജങ്കാറിലെ യാത്ര ഒരു പ്രത്യേക വലിയ നല്ല രൂപത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് നമ്മളെ കൂടെ വന്നവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നമ്മളെ കൂടെയുള്ളവരിൽ പലരും ജങ്കാറിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഫീൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ജങ്കാർ യാത്രയിൽ. ഈ ജങ്കാർ യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാറ് ഇതുപോലെയുള്ള വണ്ടികളൊക്കെ ഇതിൽ നമ്മൾ അക്കരയിലേക്ക് കടത്തുകയാണ്. നമ്മൾ നേരെ പോകുന്നത് വൈപ്പിനിലാണ്. നമ്മുടെ ബസ് അവിടെ ഉണ്ട് വൈപ്പിനിൽ. നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടാണ് പിന്നീട് നമ്മളെ യാത്ര തുടരുന്നത്.
അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ എത്തിയത് കൊച്ചിയിലെ പ്രശസ്തമായ വല്ലാർപാടത്തുള്ള ചർച്ചിലേക്കാണ്. ആ ചർച്ചിൽ നമ്മൾ അടിച്ചു വാരിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. അവിടെ നിന്നും നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെട്രോയിൽ നിന്ന് നേരെ ലുലു മാളിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ മെട്രോയിൽ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോൻ്റെ ഉള്ളിൽ കയറും. മെട്രോയിൽ നിന്ന് നേരെ ലുലു മാളിലേക്ക് നേരെ അവിടെ തന്നെ സ്റ്റോപ്പ് ഉണ്ട്. നേരെ നമ്മൾ അവിടുന്ന് ലുലു മാളിലേക്ക് കയറിയിട്ട് ലുലു മാളിൽ കുറച്ച് സമയം കറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് കാണാം. ഭയങ്കര ആളോ എല്ലാം ഒന്നിച്ചു തന്നെ. അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സി യു, ബൈ.